പുരുഷന്മാരുടെ താടിയിൽ കണ്ടുവരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ബാർബർ സിച്ച് എന്ന് പറയുന്നത്. ഈ ബാർബർ സിച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സോ ബാർബർ സിച്ചിലേക്ക് കടക്കാം. പുരുഷന്മാരുടെ താടിയിലും മീശയിലുമുള്ള ഹെയർ ഫോളിക്കിൾസിനുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് ഈ ബാർബർ സിച്ച്. ഇതിൻ്റെ ശരിക്കുള്ള പേര് ടീനിയ ബാർബി എന്നാണ് പറയുന്നത്. ടീനിയ സൈക്കോസിസ് എന്നോ റിംഗ് വേം ഓഫ് ദി ബിയേർഡ്, താടിയിലുണ്ടാകുന്ന റിംഗ് വേം അണുബാധ എന്നൊക്കെ ഇതിന് വേറെ പേരുകളുണ്ട്. എന്നാലും ബാർബർ സിച്ച് എന്നാണ് കോമൺ ആയിട്ടും പറയാറുള്ളത്. ഈ അണുബാധയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഫംഗസ് സാധാരണഗതിയിൽ ഈർപ്പമുള്ള അന്തരീക്ഷത്തിലാണ് വളരുന്നത്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ കുറഞ്ഞ ആൾക്കാർ, അതുപോലെ തന്നെ ഓവറായിട്ട് വിയർക്കുന്ന ആൾക്കാർ, ഇവരിലാണ് ഈ ബാർബർ സിച്ച് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇതല്ലാതെ പിന്നീട് ഈ ഇൻഫെക്ഷൻ കാണുന്നതെന്ന് വെച്ചാൽ മൃഗങ്ങളെ പരിപാലിക്കുന്നവർ, അനിമൽസിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നവർക്കും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വെറ്റിനറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്ന ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ഈ ബാർബർ സിച്ച് ഉണ്ടാകാം. അതായത് മൃഗങ്ങളിൽ നിന്ന് പകർന്നിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഈർപ്പമുള്ള അന്തരീക്ഷം ഇവരുടെ ഒരു ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് മണ്ണിലും ഇവർ വളരാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മണ്ണിൽ ജോലി ചെയ്യുന്ന കർഷകരെ പോലുള്ളവർക്കും ഈ ബാർബർ സിച്ച് ഉണ്ടാകാം. പെട്ടെന്ന് തന്നെ പകരുന്ന ഒരു അണുബാധയാണിത്. അപ്പോൾ ഇൻഫെക്ഷനുള്ള ഒരാളുമായിട്ട് നമ്മൾ ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്റ്റ് വന്നാൽ പെട്ടെന്ന് ഇത് അടുത്ത ആളിലേക്ക് പകരും. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷനുള്ള മൃഗങ്ങളുമായിട്ട് അടുത്തിടപഴകിയാലും ഇത് വേഗം പകരും. പിന്നീട് നമ്മൾ ഇൻഫെക്ഷനുള്ള ആൾ ഉപയോഗിച്ച വസ്തുക്കൾ അത് മറ്റൊരാൾ ഉപയോഗിക്കുക വഴി ഈ ഇൻഫെക്ഷൻ പകരാം. അതായത് ഇൻഫെക്ഷനുള്ള ആൾ ഉപയോഗിച്ച ടവൽ, അല്ലെങ്കിൽ അവർ ഷേവ് ചെയ്യാൻ ഉപയോഗിച്ച ഷേവിങ് ബ്രഷ്, റേസറൊക്കെ ഉപയോഗിക്കുന്നത് വഴി, അത് ഷെയർ ചെയ്യുന്ന വഴിയും ഈ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ മിക്കവാറും അവിടെ കോമൺ ആയിട്ടൊരു ബ്രഷും റേസറും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഫെക്ഷനുള്ള ഒരാളെ ഷേവ് ചെയ്തിട്ട് അടുത്ത ആൾക്കത് ഉപയോഗിക്കുമ്പോൾ അയാളിലേക്കും ഈ ഇൻഫെക്ഷൻ പകരാം. ഇന്നിപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്പ്രെഡ് കുറവാണ്. മിക്കവരും വീട്ടിൽ തന്നെ സ്വയം ഷേവ് ചെയ്യുന്നവരാണ്. ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് ബ്രഷും റേസറും ഒക്കെ കീപ്പ് ചെയ്യുന്നവരായതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ബാർബർ സിച്ചിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ മുഖക്കുരു പോലെ തന്നെ വരുന്ന ചെറിയ ചുമന്ന കുരുക്കൾ, അല്ലെങ്കിൽ വൈറ്റ് ഹെഡോട് കൂടിയിട്ടുള്ള കുരുക്കളായിട്ട് തന്നെ ആയിരിക്കും ഇതും തുടങ്ങുന്നത്. പിന്നീട് അത് വലുതായിട്ട് അതിനകത്ത് പഴുപ്പ് നിറഞ്ഞ് പൊട്ടി ഇങ്ങനെ ക്രസ്റ്റ് പോലെ വന്ന് നിൽക്കും. ആ ഒരു ഏരിയയിൽ നല്ല ചൊറിച്ചിലും ചുമന്ന് തടിച്ചിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. ഈ പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ പോലെയൊക്കെ കാണാറുണ്ട്. പിന്നെ സിവിയർ കേസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്കാറിങ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ആ ഏരിയയിൽ നിന്ന് രോമം കൊഴിഞ്ഞു പോകാം. ചിലപ്പോൾ അത് പെർമനൻ്റായിട്ട് കൊഴിഞ്ഞു പോകാം. പിന്നീട് വളരാത്ത സാഹചര്യത്തിലേക്കും വരാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ താടിയിലും മീശയിലുമാണ് കാണുന്നതെന്ന് പറഞ്ഞു. ചില കണ്ടീഷൻസിൽ താടിയിൽ നിന്നും കഴുത്തിലേക്കും, അതുപോലെ കവിളിൻ്റെ മുകൾ ഭാഗത്തേക്കും വായുടെ ചുറ്റുമൊക്കെ ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് ഇത് ടൈമിന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് വേഗം പകരുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ ഈ പറഞ്ഞ പോലത്തെ കോംപ്ലിക്കേഷൻസിലേക്കും ഒക്കെ പോകാം. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീനാണ്. നമ്മുടെ ഫേസും താടി മീശയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഷേവിങ് ബ്രഷ്, റേസറൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓരോരുത്തരുടെയും പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ചീപ്പ് ടവല്, റേസർ, ഷേവിങ് ബ്രഷ് ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഒരാൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അസഹനീയമായ ചൊറിച്ചിലും പെയിനും ആയിരിക്കും ഉണ്ടാകുന്നത്. സോ കെയർഫുള്ളായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക. അതുപോലെ ഡ്രൈ സ്കിന്നായിട്ടുള്ളവർ ഷേവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഷേവ് ചെയ്യണ സമയത്ത് ഡ്രൈ സ്കിന്നായിട്ടുള്ളവരുടെ ഫേസിൽ ഇതുപോലെ ചെറിയ സ്ക്രാച്ച്, മുറിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുവഴി ഈ ഫംഗസ് വേഗം സ്കിന്നിലേക്ക് കയറും. അപ്പോൾ ബാർബർ ഷോപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഷേവിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു കണ്ടീഷനാണ്. ഇപ്പോഴും ഇത് കാണാറുണ്ട്. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങളുടെ ആരോഗ്യപരമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.